3 മാസത്തോളമായിട്ട് തുടരുന്ന അമേരിക്കൻ ഉപരോധത്തിൽ കഴിഞ്ഞ ദിവസം രാജ്യവ്യാപകമായിട്ട് വൈദ്യുതി തടസ്സം നേരിട്ടതായിട്ട് ക്യൂബൻ ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കി. ഉപരോധം രാജ്യത്തെ പവർ സ്റ്റേഷനുകളെ ബാധിച്ചതോടെ 1 കോടിയിലധികം പേർ ഇരുട്ടിലായതായിട്ടാണ് റിപ്പോർട്ടുകൾ. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള പ്രോട്ടോകോളുകൾ സജ്ജമാക്കിയതായും മതാൻസാസിലെ ഫാസ്റ്റിനോ പെരസ് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിച്ചതായിട്ടും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ക്യൂബയിലേക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക കടുത്ത താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കിയത് മുതൽ കടുത്ത ഇന്ധനക്ഷാമം, വൈദ്യുതി ക്ഷാമത്തിലാണ് രാജ്യം ഉള്ളത്. ക്യൂബയ്ക്ക് നിരന്തരം സഹായിച്ചിരുന്ന വെനസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും പങ്കാളിയും തട്ടിക്കൊണ്ടുപോയി ഭരണം പ്രതിസന്ധിയിലാക്കിയത് ക്യൂബയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ്. റഷ്യ, ചൈന, ഇറാൻ, ഫലസ്തീൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾ എന്നിവയുമായുള്ള ക്യൂബയുടെ ബന്ധമാണ് സാമ്പത്തിക സമ്മർദ്ദത്തിന് ന്യായീകരണമായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനിടയിൽ അമേരിക്കൻ ഭീഷണിയെ മറികടന്ന് മെക്സിക്കോ ക്യൂബയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചിരുന്നു. തങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളിലോ പരമാധികാരത്തിലോ വിട്ടുവീഴ്ച ചെയ്യാതെ അമേരിക്കയുമായിട്ട് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വെള്ളിയാഴ്ച ക്യൂബൻ പ്രസിഡന്റ് മിഗ്വാൽ ഡയസ് കനാൽ പറഞ്ഞിരുന്നു. അമേരിക്കയുടെ ക്രൂരമായിട്ടുള്ള ഉപരോധം കാരണം കഴിഞ്ഞ 3 മാസമായിട്ട് ക്യൂബയിലേക്ക് എണ്ണക്കപ്പലുകൾ എത്തിയിട്ടില്ല എന്നും ഇത് വൈദ്യസഹായം ആവശ്യമുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരെ ബാധിച്ചതായിട്ടും ഡയസ് കനാൽ പറഞ്ഞു.